പ്രിയമുള്ള കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം 6ാമത്തെ യൂണിറ്റ് ഏരിയ പരപ്പളവ് എന്ന ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്ററും വീതി 5 സെന്റിമീറ്ററും ആയാൽ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? വീതി മാറ്റാതെ നീളം 12 സെന്റിമീറ്റർ ആയി വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവും ആദ്യ ചതുരത്തിന്റെ പരപ്പളവും തമ്മിൽ ബന്ധം എന്താണ്? If the length of a rectangle is 6 centimeters and the width is 5 centimeters, then what is its area? Without changing its width, if the length is increased to 12 centimeters, what would be the relation between the area of the new rectangle and the area of the original rectangle? പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്ക് അറിയാം. പരപ്പളവ് സമം നീളം ഗുണം വീതിയാണ്, അല്ലേ? അതുകൊണ്ട് ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്ററും വീതി 5 സെന്റിമീറ്ററും ആയതുകൊണ്ട് പരപ്പളവ് സമം നീളം ഗുണം വീതി 6 ഗുണം 5 സമം 30 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. വീതി മാറ്റാതെ നീളം 12 സെന്റിമീറ്റർ ആയി വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? നീളം 12 സെന്റിമീറ്റർ ആക്കിയിരിക്കുന്നു, വീതി 5 തന്നെ. അപ്പോൾ വീണ്ടും പരപ്പളവ് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. പരപ്പളവ് സമം നീളം ഗുണം വീതി 12 ഗുണം 5 സമം 60 സെന്റിമീറ്റർ എന്ന് ലഭിക്കും. ചോദ്യത്തിന്റെ അവസാന ഭാഗം ഇതാണ്. ഇങ്ങനെ 12 സെന്റിമീറ്റർ ആയി വർദ്ധിപ്പിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവും ആദ്യത്തെ ചതുരത്തിന്റെ പരപ്പളവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ ചതുരത്തിന്റെ പരപ്പളവ് 30 ചതുരശ്ര സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ വീതി മാറ്റാതെ നീളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ ചതുരത്തിന്റെ പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് കാണാൻ സാധിക്കും. അതായത് ആദ്യ ചതുരത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം. നീളം 10 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്ററും ഉള്ള ചതുരത്തിൽ നീളവും വീതിയും 2 മടങ്ങാക്കിയാൽ ലഭിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്ര? ഇത് ആദ്യ ചതുരത്തിന്റെ പരപ്പളവിന്റെ എത്ര മടങ്ങാണ്? Length of a rectangle is 10 centimeters and width 8 centimeters. If its length and width are doubled, what would be the area of the new rectangle? How many times the area of the original rectangle is the area of the new rectangle? നീളം 10 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്ററും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നിലവിൽ തന്നിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് ഒന്ന് കണ്ടു നോക്കാം. നീളം ഗുണം വീതി 10 ഗുണം 8 സമം 80 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെയും അളവുകൾ ഇരട്ടിയാക്കണം. നീളം 10 എന്നുള്ളത് 20ഉം വീതി 8 അതിന്റെ ഇരട്ടി 16ഉം ആക്കിയാൽ അതിന്റെ പരപ്പളവ് എത്രയാണ്? 20 ഗുണം 16 സമം 320 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. ഇവിടെ ആദ്യത്തെ പരപ്പളവ് 80 ചതുരശ്ര സെന്റിമീറ്ററും രണ്ടാമത്തേത് 320 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവിന്റെ 4 ഇരട്ടിയാണ് രണ്ടാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നീളവും വീതിയും ഇരട്ടിയാക്കിയപ്പോൾ പരപ്പളവ് 4 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 48 സെന്റിമീറ്ററും വീതി 9 സെന്റിമീറ്ററുമാണ്. ചതുരത്തിന്റെ പരപ്പളവ് എത്ര? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 48 centimeters and its width is 9 centimeters. Calculate its area. ഇവിടെ നമുക്ക് അറിയാവുന്നത് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ്. പരപ്പളവ് സമം നീളം ഗുണം വീതി എന്നറിയാം. പക്ഷെ ഇവിടെ നീളം നൽകിയിട്ടില്ല, പകരം വീതിയും ചുറ്റളവുമാണ് നൽകിയിരിക്കുന്നത്. ചുറ്റളവ് കണ്ടുപിടിക്കാനായി നാം നേരത്തെ പഠിച്ച സമവാക്യം അനുസരിച്ച് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് സമം നീളം അധികം വീതി ഗുണം 2 ആണ് എന്ന് നമുക്കറിയാം. അത് ഉപയോഗിച്ച് ഈ ചതുരത്തിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ചതുരത്തിന്റെ ചുറ്റളവ് 48 ആണ് തന്നിരിക്കുന്നത്. 48 സമം നീളം അധികം 9 ആണ് വീതി എന്നറിയാം, ഗുണം 2. അതായത് 48നെ 2ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 48 ഭാഗം 2 സമം 24 സമം നീളം അധികം 9 എന്ന് കിട്ടും. ആ 24ൽ നിന്നും 9 കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 15 ആണ് നമ്മുടെ ചതുരത്തിന്റെ നീളം. ഒന്നുകൂടി പറയാം.
ചതുരത്തിന്റെ ചുറ്റളവ് നീളം അധികം വീതി ഗുണം 2 ആണെന്ന് നമുക്കറിയാം. ചുറ്റളവ് 48 നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചുറ്റളവ് എന്ന് പറയുന്നത് നീളവും വീതിയും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ ഈ ചുറ്റളവിനെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയിൽ നിന്നും ഈ വീതി കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കുമല്ലോ നീളം. അതുകൊണ്ട് 48/2 24 24 നിന്നും വീതി കുറച്ചു കഴിയുമ്പോൾ 15 നീളമായി നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? നീളം ഗുണം വീതി. പരപ്പളവ് സമം നീളം ഗുണം വീതി. 15 ഗുണം 9 സമം 135 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. അടുത്ത ചോദ്യം. 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? ഇത് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? What is the area of a rectangle of length 5 meters and width 1 meter in square meter? How much in square centimeters? ആദ്യം നമുക്ക് പരപ്പളവ് ചതുരശ്ര മീറ്ററിൽ കണ്ടുപിടിക്കാം. നീളം ഗുണം വീതി 5 ഗുണം 1 സമം 5 ചതുരശ്ര മീറ്റർ എന്ന് ലഭിക്കും. ഈ ചതുരശ്ര മീറ്ററിനെ ചതുരശ്ര സെന്റിമീറ്റർ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 10,000 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ 5 ഗുണം 10,000 സമം 50,000 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. ആദ്യം തന്നെ 5 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കി മാറ്റാം. 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 5 മീറ്റർ 500 സെന്റിമീറ്റർ. 1 മീറ്റർ 100 സെന്റിമീറ്റർ. 500 ഗുണം 100 സമം 50,000 എന്നതിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിൽ വേണമെങ്കിലും ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 40 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുമുണ്ട്. ഇതിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? The length and width of a rectangular plot are 40 meters and 25 meters. What is its area in square meters? ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പരപ്പളവ് സമം നീളം ഗുണം വീതി. 40 ഗുണം 25 സമം 1000 ചതുരശ്ര മീറ്റർ എന്ന് ലഭിക്കും. അടുത്തതിലേക്ക് വരാം. 6 മീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? ഇത് എത്ര ചതുരശ്ര മീറ്റർ ആണ്? The length and width of a rectangle are 6 meters and 50 centimeters. Find its area in square centimeters. How much is it in square meters? ഇവിടെ നമുക്ക് രണ്ട് അളവിലാണ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. നീളം 6 മീറ്ററും വീതി 50 സെന്റിമീറ്ററുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ കണക്കിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നീളവും വീതിയും ഒരേ യൂണിറ്റിലാക്കി മാറ്റണം. നമുക്ക് 6 മീറ്ററിന് 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 6 മീറ്റർ എന്ന് പറയുന്നത് 600 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 600 സെന്റിമീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കാം. പരപ്പളവ് സമം നീളം ഗുണം വീതി. നമുക്ക് അതിന്റെ നീളത്തെ 6 മീറ്ററിനെ നമ്മൾ സെന്റിമീറ്റർ ആക്കിയപ്പോൾ 600 സെന്റിമീറ്റർ ലഭിച്ചു. 600 ഗുണം 50 സമം 30,000 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. ഈ 30,000 ചതുരശ്ര സെന്റിമീറ്ററിനെ ചതുരശ്ര മീറ്റർ ആക്കി മാറ്റണം. എങ്ങനെ സാധിക്കും? നാം നേരത്തെ കണ്ടായിരുന്നു, ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് 10,000 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ 30,000 ചതുരശ്ര സെന്റിമീറ്റർ എത്ര ചതുരശ്ര മീറ്റർ ആയിരിക്കും? 30,000 ഭാഗം 10,000 3 ചതുരശ്ര മീറ്റർ എന്ന് ലഭിക്കും. അടുത്തതിലേക്ക് വരാം. ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള കാർഡ്ബോർഡിൽ നിന്ന് വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആയ എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? From a cardboard piece as shown in the figure, how many squares of side 1 centimeter can be cut out? ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. 10 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. അതിന്റെ അകത്തുനിന്ന് 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരം മുറിച്ചെടുത്തിരിക്കുന്നു. ഇനി ബാക്കി എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം എന്നുള്ളതാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഭാഗം മുറിച്ചിട്ടില്ല എന്ന് കരുതി ഇതിന്റെ ആകെയുള്ള പരപ്പളവ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു
ചതുരം കുറച്ചാൽ മതിയാവും. അപ്പോൾ ഇതിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം? 10 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും അളവുകളുള്ള ചതുരത്തിന്റെ പരപ്പളവ് സമം 10 ഗുണം 3 സമം 30 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിന്നും ആകെ നമുക്ക് 30 സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും. 1 സെന്റിമീറ്റർ വശങ്ങൾ ഉള്ള 30 സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും. ഓൾറെഡി ഇതിൻ്റെ അകത്തുനിന്നും ഒരു സമചതുരം മുറിച്ചു മാറ്റിയിരിക്കുന്നത് കൊണ്ട് ഇനി ബാക്കി നമുക്ക് എത്ര എണ്ണം മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ഇതിന്റെ ആകൃതി 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും കുറവായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ബാക്കി എത്ര മുറിച്ചെടുക്കാൻ സാധിക്കും? 30 - 1 സമം 29 എണ്ണം മുറിച്ചെടുക്കാൻ സാധിക്കും. ചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്ന് 1 സെന്റിമീറ്റർ വശമുള്ള 36 സമചതുരങ്ങൾ മുറിച്ചെടുക്കാം. എങ്കിൽ ചതുരത്തിന്റെ വശങ്ങളുടെ അളവുകളാകാവുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ? From a rectangular cardboard, 36 squares of side 1 centimeter can be cut off. What are the possible lengths and widths in centimeters if both are to be natural numbers? ഈ ചോദ്യം ഒരു കാർഡ്ബോർഡിൽ നിന്നും 1 സെന്റിമീറ്റർ വശമുള്ള 36 സമചതുരങ്ങൾ മുറിച്ചെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ കാർഡ്ബോർഡിന്റെ അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 36 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അപ്പോൾ പരപ്പളവ് 36 ആണ് എങ്കിൽ നീളവും വീതിയും എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? പരപ്പളവ് സമം നീളം ഗുണം വീതി എന്ന് നമുക്കറിയാം. അതായത് നീളവും വീതിയും തമ്മിൽ ഗുണിക്കുമ്പോൾ 36 ആയി വരുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരമായി. അപ്പോൾ പരപ്പളവ് സമം നീളം ഗുണം വീതിയാണ്. അത് 36 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 36 കിട്ടാൻ സാധ്യതയുണ്ട്? 36 ഗുണം 1 36 ആണ്. അതായത് നീളം 36ഉം വീതി 1ഉം ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലോ 18ഉം 2ഉം ഗുണിച്ചാലും 36 ലഭിക്കും. നീളം 18ഉം വീതി 2ഉം ആവാം. അല്ലെങ്കിൽ 12നെ 3 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 36 ലഭിക്കും. നീളം 12ഉം വീതി 3ഉം ആവാം. 9 ഗുണം 4 36 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നീളം 9ഉം വീതി 4ഉം ആവാം. അതല്ലെങ്കിൽ 6 ഗുണം 6 ആയാലും നമുക്ക് 36 ലഭിക്കും. അതായത് 6 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരവും ആവാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 5 സെന്റിമീറ്റർ വീതം വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? വളരെ എളുപ്പമാണ്. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 10 സെന്റിമീറ്റർ ആണ്. എല്ലാ വശങ്ങളും 5 സെന്റിമീറ്റർ വീതം വർദ്ധിപ്പിക്കുക. അപ്പോൾ എത്ര കിട്ടും? 15 ലഭിക്കും. അപ്പോൾ നീളം ഗുണം വീതി കണ്ടുപിടിച്ചാൽ മതിയാവും. The sides of a square are 10 centimeters each. If each side is increased by 5 centimeters, what would be the area of the new square? പരപ്പളവ് സമം നീളം ഗുണം വീതി ആയതുകൊണ്ട് 10 സെന്റിമീറ്ററിനോട് 5 കൂടെ കൂട്ടിയാൽ 15. 15 ഗുണം 15 സമം 225 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. 14 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിന്റെ 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ വശമുള്ള ഓരോ സമചതുരം മുറിച്ചു മാറ്റുന്നു. ബാക്കി ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചുറ്റളവ് എത്രയാണ്? The length of a side of a square cardboard is 14 centimeters. From its 4 corners, squares of side 1 centimeter are cut off. What is the area of the remaining portion and its perimeter? ഇത്തരത്തില് ഒരു ചതുരം സങ്കല്പിക്കുക. ഈ ചതുരത്തിന്റെ 4 വശങ്ങളും 14 സെന്റിമീറ്റർ വീതമാണ്. അതായത് 14 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരമാണ് ഇത്. ഇതിന്റെ 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ഓരോ സമചതുരങ്ങൾ മുറിച്ച് നീക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ചുറ്റളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായി നമുക്ക് ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതിയാവും? ഈ സമചതുരത്തിന്റെ പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കുക. 14 ഗുണം 14 എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ 4 സമചതുരങ്ങളുടെയും പരപ്പളവ് ഇതിൽ നിന്നും കുറയ്ക്കുക. ഒന്നാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ് നീളം ഗുണം വീതി 14 ഗുണം 14 196 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കും. 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും ഉള്ളതുകൊണ്ട് ഈ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും?
1 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ 4 ചെറിയ സമചതുരങ്ങളുടെയും കൂടെ പരപ്പളവ് കൂട്ടിയാൽ 4 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. 196 നിന്നും 4 കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 192 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും ഈ നീലഭാഗത്ത് കാണിച്ചിരിക്കുന്ന രൂപത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ഈ ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ചതുരത്തിന്റെ ചുറ്റളവ് നീളം അധികം വീതി ഗുണം 2 ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇത് ഒരു സമചതുരമായതുകൊണ്ട് ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് വശത്തിന്റെ നീളം ഗുണം 4 കണ്ടുപിടിച്ചാലും മതിയാവും. ഇവിടെ നമുക്ക് നീളം അധികം വീതി ഗുണം 2 എന്ന രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. നീളം 14 വീതി 14 ഗുണം 2 28 ഗുണം 2 സമം 56 എന്ന് ലഭിക്കും. ഇനി ഈ രൂപത്തിന്റെ 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ചതുരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചതുരത്തിന്റെ ചുറ്റളവിന് എന്താണ് വ്യത്യാസം വരിക? ശ്രദ്ധിക്കുക, ഇവിടെ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത് അല്ലെ. പക്ഷേ ഈ ചതുരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ ഇവിടെ ആ ചുറ്റളവായിട്ട് 1 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുറ്റളവിന് വ്യത്യാസമൊന്നും വരുന്നില്ലെന്ന് കാണാനായിട്ട് സാധിക്കും. 56 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചിത്രത്തിൽ നിറം നൽകിയിട്ടുള്ള ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കളേർഡ് പാർട്ട് ഇൻ ദ ഫിഗർ. എന്ത് ചെയ്താൽ മതിയാവും? നമുക്ക് ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് വലിയ ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും കുറച്ചു കഴിഞ്ഞാൽ കളർ നൽകിയിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് ലഭിക്കും. 6 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമുള്ള ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് 72 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. 12 ഗുണം 6 സമം 72 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി അകത്തുള്ള ഈ ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? നീളം ഗുണം വീതി 4 ഗുണം 1 സമം 4 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ ഈ നിറം നൽകിയിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് സമം ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് കുറച്ചാൽ മതിയാവും. അതായത് 72 മൈനസ് 4 സമം 68 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ലഭിക്കും. താങ്ക് യു.